ഹലോ ഫ്രണ്ട്സ്, നമ്മളതാണ് 10th അരിത്മാറ്റിക് സീക്വൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്റർ ഞാൻ ഇവിടെ എഴുതാൻ പറഞ്ഞു. അരിത്മാറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തത്. ഇന്ന് നമുക്ക് പേജ് നമ്പർ 15 കുറച്ച് എക്സാമ്പിൾ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ആൽജിബ്ര ഓഫ് സീക്വൻസസ് ആണ്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ പേജ് നമ്പർ 15 കിടക്കുന്നത് റൈറ്റ് ദ അൽജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സീക്വൻസ് ഉണ്ട്, നമ്പേഴ്സിൻ്റെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. ആൽജിബ്രായിക് എക്സ്പ്രഷൻ എക്സ് വൈ ഇസഡ് ഇട്ട് നമ്മൾ എഴുതത്തില്ലേ, ഒരു ഫോർമുല രൂപത്തിൽ എഴുതുന്ന അതിനാണ് ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ എഴുതുന്നതെന്ന്. ഫസ്റ്റ് സീക്വൻസ് കൊടുത്തിരുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓഡ് നമ്പറിൻ്റെ ശ്രേണികൾ, ഒറ്റ സംഖ്യകളുടെ ശ്രേണികൾ. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണികളിലെ നമുക്ക് ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ബീജഗണിത രൂപം. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയുടെ സീക്വൻസിൻ്റെ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക, അല്ലെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് എഴുതി കാണിക്കണം. അപ്പോൾ നോക്കിയാൽ സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ എവിടെ നിന്നിട്ട് തുടങ്ങുന്ന ഒറ്റ സംഖ്യകൾ 1, 3, 5, 7, 9 ഇങ്ങനെ പോകും. ഇതാണ് 1, 3, 5 ഓഡ് നമ്പർ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ. അപ്പോൾ ഏത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് എഴുതാൻ അറിയണം, എങ്കിലേ നമുക്ക് അതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ ശ്രേണികൾ 1, 3, 5, 7. ഇതിൻ്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ വരും, ബീജഗണിത രൂപം നമ്മൾ എങ്ങനെ എഴുതും. ആദ്യം നമുക്ക് നോക്കി 1 പിന്നെ 3 ഒരെണ്ണം വിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൽജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് XN ഇട്ട് എഴുതാം. XN എന്ന് വെച്ചാൽ ബീജഗണിത രൂപം. ആൽജിബ്രായിക് എക്സ്പ്രഷൻ എപ്പോഴും XN ഇസിക്വൽ ടു ഇട്ടിട്ട് ഇതെങ്ങനെ നമ്പർ പോകുന്നതെന്ന് നോക്കി. 2ൻ്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടി പോകുമ്പോഴാണ് നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടുന്നത്. 2ൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ 2ൻ്റെ ഇരട്ടിയിൽ 2ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 കുറച്ച് പോകണം. 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 2 1s 1, ഒരു 2 2 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അടുത്ത 2 2 4, 2 2s 4, 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. അടുത്ത 2 3s 6, 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 കിട്ടും. 2 4s 8, 8ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 7 കിട്ടും. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിളിൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ആദ്യം തൊട്ടുള്ള നമ്പേഴ്സുകൾ അല്ലെങ്കിൽ സീക്വൻസ് ഇങ്ങനെ കിട്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 2 × n. n എന്ന് വെച്ചാൽ എന്തുവാ, നാച്ചുറൽ നമ്പർ. 1 2 3 4 n സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ ആദ്യം n സ്ഥലത്ത് 1 വയ്ക്കും. അപ്പോൾ 2 1s 2 -1. അപ്പോൾ നമുക്ക് ഇത് ആദ്യത്തെ ടേം കിട്ടും. 2 × 2 വയ്ക്കുമ്പോഴോ രണ്ടാമത്തെ ടേം കിട്ടും. 2 × 3 വയ്ക്കുമ്പോഴോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ സീക്വൻസ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സൈഡിൽ എഴുതാം n = 1 2 3 4 ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക. n-ൻ്റെ സ്ഥലത്ത് സ്മോൾ n ആണ് നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി, XN = 2n - 1. ഇതാണ് ഓഡ് നമ്പറിൻ്റെ സീക്വൻസിൻ്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ എഴുതിയെടുക്കുന്നത്. ഇത് n-ൻ്റെ സ്ഥലത്ത് 1 2 3 വയ്ക്കുമ്പോൾ നമുക്ക് ഈ ടേംസുകളെല്ലാം കിട്ടിക്കൊണ്ടേ വരും. n = 1 വയ്ക്കും, 2 1s 1, 2ന്ന് 1 പോയാൽ 1, 2 2s 4, 4ൽ നിന്ന് 1 പോയാൽ 3. n-ൻ്റെ സ്ഥലത്ത് അടുത്ത 3 വയ്ക്കുക, 2 3s 6, 6ൽ നിന്ന് പോയാൽ 7 ഇങ്ങനെ കിട്ടിക്കൊണ്ട്, 6ൽ നിന്ന് പോയാൽ 5 ഇങ്ങനെ. അടുത്ത 4 5 6 7 ഇങ്ങനെ n-ൻ്റെ സ്ഥലത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഈ സീക്വൻസ് കിട്ടും. ഇങ്ങനെയാണ് സീക്വൻസ് നമുക്ക് ഫോം ചെയ്യാനുള്ളത്. അടുത്ത നമ്പർ നോക്കി, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ക്വസ്റ്റ്യൻ എങ്ങനത്തെ സീക്വൻസ് നമുക്ക് എഴുതാനുള്ളത്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ, അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഡിവിഷൻ ബൈ 3 എന്ന് വെച്ചാൽ ആ നമ്പറിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 സിസ്റ്റം കിട്ടണം. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 സിസ്റ്റം കിട്ടുന്ന നമ്പേഴ്സുകളാണ് എഴുതിയെടുക്കാനുള്ളത്. അപ്പോൾ 3 വെച്ച് ഡിവിഷൻ ചെയ്യുന്ന നമ്പർ ആദ്യം 3 അല്ലേ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 0 സിസ്റ്റം കിട്ടുന്നത്. ഇതാണ് റിമൈൻഡർ, ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 0 അപ്പോൾ ആ നമ്പർ എടുക്കാൻ പാടില്ല. അടുത്ത നോക്കിയാൽ 4, 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടുന്നുണ്ടോ, സിസ്റ്റം 1 കിട്ടുന്നുണ്ടോ. അതാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഡിവിഷൻ ബൈ 3 നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടാനുള്ളത്, 1, അല്ലെങ്കിൽ സിസ്റ്റം 1 ഇടണം. അപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് എന്തോ കിട്ടി, 4. അപ്പോൾ ഇവിടെ 4 എഴുതുക. 4 എഴുതിയിട്ട് അടുത്ത നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ട, ഇതിനകത്ത് 3 കൂട്ടി പോയാൽ മതി. അപ്പോൾ 4 3 7, 7 3 10, 10 3 13, 13 3 16 ഇങ്ങനെ പോകും. അപ്പോൾ രണ്ടാമത്തെ നമ്പറിൻ്റെ
സീക്വൻസ് നമുക്ക് എങ്ങനെ കിട്ടി 4 7 10 13 16 സോ ഓൺ ഇങ്ങനെ പോകും. ഇതിൻ്റെ എക്സൻ ആണ് കണ്ടുപിടിക്കാൻ. ഇതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം ഈ സീക്വൻസിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ, അതാണ് ബീജഗണിത രൂപം. അപ്പോൾ എക്സൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഓർഡർ നോക്കി ഈ നമ്പേഴ്സ് എങ്ങനെയാണ് മുമ്പോട്ട് പോന്നേക്കുന്നതെന്ന്. ഇവിടെ 4, ഇവിടെ 7. അപ്പോൾ ഇത് 3യുടെ ഡിവിഷൻ ബൈ 3 ആണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം മീൻസ് ഇവിടെ എല്ലാം 3 കാണുമല്ലോ, ഈ ടേംസിനകത്ത് എല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾ കാണുമല്ലോ. അപ്പോൾ നോക്കിയാൽ 4 എങ്ങനെ കിട്ടി നമുക്ക്? 3ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 3 1s 3ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത്. രണ്ടാമത് എന്തുവാ? 3 2s 6, 3 2s 6ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ അടുത്ത 7 കിട്ടും. അടുത്ത 3 3s 9 കണ്ടോ, 3 1s 3 + 1. അടുത്ത ഇവിടെ എന്തോ എഴുതാം? 3 2s 2 + 1. അടുത്ത ഇവിടെ എങ്ങനെ ഇതെങ്ങനെ വന്ന് 3 × 3 + 1, 3 3s 9 + 1. അടുത്ത 13 എങ്ങനെയുണ്ട്? 3 4s + 1. ഇങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്തെഴുതും? xn = എല്ലായിടത്തും 3 കോമൺ ആണല്ലോ, 3 അതേ കണക്ക് എഴുതണം. 1 2 3 നമ്മൾ വെച്ചല്ലേ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് എൻ്റെ ആണ് സ്റ്റാർട്ടിങ് 1 2 3 മൊത്തം വെച്ചത്. അപ്പോൾ n + 1 എല്ലായിടത്തും പിന്നെ കോമൺ ആണ് +1. അപ്പോൾ നമ്മൾ ഈ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി? xn = 3n + 1. ഈ സീക്വൻസ് കിട്ടും നമുക്ക്. ഇതാണ് എൻ്റെ ബീജഗണിതം. മീൻസ് എന്നിൻ്റെ സ്ഥലത്ത് നമ്മൾ 1 2 3 4 ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ടേംസുകളെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത്രയും മനസ്സിലായെന്ന് വിചാരിച്ച് ഈസിയാണ്, ചെയ്ത് നോക്കിയാൽ മതി. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ സീക്വൻസാണ് ഫോം ചെയ്യാനുള്ളത്. നേരത്തെ 2 എണ്ണം ചെയ്തായിരുന്നു. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് നമുക്ക് അത് എഴുതിയെടുക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ ഏതൊക്കെയാണ്? 1 11 21 31 41 സോ 1 11 21 31 41 ആണ് ഇങ്ങനെ വന്നത്. മീൻസ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. എൻഡ് ആവുന്ന ഏതായിരിക്കും? 1 ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് ആദ്യം എഴുതിയിടാം. ഇതിൻ്റെ xn എങ്ങനെ എഴുതിയെടുക്കും? ആൽജിബ്രായിക് ഇക്വേഷൻ. ഓക്കെ, ഇത് ഒരു കറക്റ്റ് ഓർഡറിലാണോ, മീൻസ് ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് നമുക്കതിന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് 1 ആണ്. 11 21 31. 1 എന്ന് വെച്ചാൽ 10ൽ നിന്ന് 9 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അടുത്ത നോക്കേ, 20ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 11 കിട്ടും. 30ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ നമുക്ക് 21 കിട്ടും. അത് കണക്ക് 40ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 31. അപ്പം 10 20 30 ഇങ്ങനെ വരുന്നുണ്ടല്ലോ, മീൻസ് 10ൻ്റെ മൾട്ടിപ്പിൾ എല്ലാം ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 1 നമുക്ക് എങ്ങനെ കിട്ടി? ഒരു കോമൺ മൾട്ടിപ്പിൾ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ 1 എങ്ങനെ കിട്ടി? 10ൻ്റെ മൾട്ടിപ്പിളിൽ നിന്ന് 9 മൈനസ് ചെയ്ത് 10 1s 10 - 9 ആകുമ്പോൾ 1 കിട്ടും. ഇത് കണക്ക് 11 എങ്ങനെ കിട്ടി നമുക്ക്? 10ൻ്റെ കൂടെ 2, 10 2s 20 - 9 ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 11 കിട്ടും. അത് കണക്ക് ഇവിടെ 10 × 3 - 9. അത് കണക്ക് അടുത്ത 10 × 4 - 9 സോ ഓൺ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള എന്തോ ഉണ്ട്? ഇവിടെ 10 എല്ലായിടത്തും ഉണ്ടല്ലോ, 10. അപ്പോൾ ആദ്യം നമ്മളെന്തോ 10 എഴുതും. പിന്നെ പോകുന്നത് എന്തോ 1 2 3 4 കണ്ടിന്യൂസ് ആയിട്ടുള്ള, അത് നാച്ചുറൽ നമ്പർ × n. അതിൻ്റെ പിന്നെ നമ്മളെന്തോ എഴുതും? n. പിന്നെ -9 പിന്നെ കോമൺ ഉണ്ട്, ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. -9 എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് xn എത്ര കിട്ടി? 10n - 9. ഇതാണ് ഇതിൻ്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ. സിമ്പിളാണ്. എന്നിൻ്റെ പകരം 1 2 3 വയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം എല്ലാം കിട്ടും. മീൻസ് നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ നാച്ചുറൽ നമ്പർ വെച്ച് കൊടുക്കുമ്പോൾ 1 2 3 വയ്ക്കുമ്പോൾ ആ ടേമുകൾ ആദ്യം തൊട്ടേ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കിട്ടുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്. ഓക്കെ, ഇതാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1 or 6. ഇവിടെ 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യയായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അത് 1-ൽ അവസാനിക്കണം, അല്ലെങ്കിൽ 6-ൽ അവസാനിക്കണം. അപ്പോൾ ഏതൊക്കെയായിരിക്കും അങ്ങനത്തെ നമ്പർ? ആദ്യം 1-ൽ അവസാനിക്കുന്ന 1, അടുത്തേതാ 6-ൽ അവസാനിക്കുന്ന എൻഡിങ് വിത്ത് 6, പിന്നെ 1-ൽ അവസാനിക്കുന്ന 11, അടുത്ത 16, അടുത്ത 21 26 സോ ഇങ്ങനെ പോകും. സീക്വൻസ് കിട്ടിക്കഴിഞ്ഞ് 1-ൽ 6-ലും അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഇനി ഇതിൻ്റെ xn എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനകത്ത് പിന്നെ നോക്കി കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടോ ഇല്ലേ നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം.
അപ്പോൾ 1 ഇവിടെ 10 എടുക്കാൻ പറ്റത്തില്ല. 10-നകത്തു നിന്ന് 9 പോയാലേ 1 കിട്ടൂ. പക്ഷേ ഇവിടെ 10-നകത്തു നിന്ന് 4 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. കോമൺ ആയിട്ട് കിട്ടുന്നില്ല. ഇത് 9 കുറയ്ക്കണം, ഇത് 4 കുറയ്ക്കണം, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കിയേ 5ൻ്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയേ. 5ൻ്റെ മൾട്ടിപ്പിളിനകത്ത് 5-നകത്ത് നമ്മൾ എത്ര കുറയ്ക്കും? 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അടുത്ത 5ൻ്റെ മൾട്ടിപ്പിൾ 10 ആണ്. 10-ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. അടുത്ത 5ൻ്റെ മൾട്ടിപ്പിൾ 15 ആണ്, ഗുണനം. 15-ൽ നിന്ന് പിന്നെ 4 കുറയ്ക്കുമ്പോൾ 11 കിട്ടും. അടുത്ത 5ൻ്റെ മൾട്ടിപ്പിൾ 20 ആണ്. 20-ൽ നിന്ന് 4. കോമൺ ആയിട്ട് 4 ആണല്ലോ എല്ലാത്തിനകത്തും കുറയ്ക്കുന്നത്. 5 കോമണും വരുന്നുണ്ട്, 4 കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി നോക്കാം. 5ൻ്റെ മൾട്ടിപ്പിൾ 1-നകത്ത് നമ്മൾ 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ 5 1s 5 - 4 എത്ര? 1. അടുത്ത 6 എങ്ങനെ കിട്ടും? ഇതേ 5ൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിളിനൂടെ -4 ചെയ്ത് കൊടുക്കണം. 5 2s 10 - 4 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. തേർഡ് എന്തോ 5ൻ്റെ തേർഡ് മൾട്ടിപ്പിൾ എടുക്കണം. 5 3s 15-ൽ നിന്ന് പിന്നെ 4 കുറയ്ക്കുമ്പോൾ 11. അതെനിക്ക് അടുത്ത 5 4s -4 ചെയ്യുമ്പോൾ 16 കിട്ടും. ഇതെനിക്ക് 5ൻ്റെ മൾട്ടിപ്പിളിനോട് 4 കുറച്ച് പോകുമ്പോൾ നമുക്ക് ഇതെല്ലാ ടേംസുകളും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതും? xn = 5. ഇവിടെ എല്ലാ കോമൺ എന്തുകൊണ്ട്? 5 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്, 5 ആദ്യം അതാണ് എഴുതണം. പിന്നെ 1 2 3 4 അതിൻ്റെ പകരം എന്തോ എഴുതും? × n - 4. ഇത്രയേ ഉള്ളൂ. അപ്പോൾ xn = 5n - 4. ഇതാണ് നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഈ സീക്വൻസിന് വേണ്ടിയുള്ള ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതിയെടുക്കുന്നത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത നമുക്ക് വീഡിയോയിൽ അടുത്ത അരിത്മെറ്റിക് സീക്വൻസ് തുടങ്ങാം. താങ്ക് യു. കഴിഞ്ഞിട്ടും ചെയ്ത എക്സസൈസിൻ്റെ പേജ് നമ്പർ 15 തുടർച്ചയുള്ളതാണ്, കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാനുള്ള. ഒരു റെഗുലർ പോളിഗൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. റെഗുലർ പോളിഗൻ്റെ കുറച്ച് ഫോളോയിങ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. റെഗുലർ പോളിഗൺ ഏതൊക്കെയാണ്? 3 വശമുള്ള ഇക്വലേറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, ഇങ്ങനെ പോകും. സമഭുജ ത്രികോണം, സമഭുജ ത്രികോണം, പിന്നെ 4 വശമുള്ള സൈഡ്, പിന്നെ 5 വശമുള്ള സമപഞ്ചഭുജം, ഷഡ്ഭുജം, അങ്ങനെ എല്ലാം പോകും അല്ലേ? സമചതുരം, ഇതെല്ലാം അങ്ങനെ പോകും. അപ്പോൾ ഇത് റെഗുലർ പോളിഗൻ്റെ കുറച്ച് ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നത് ബീജഗണിത രൂപമാണ് ഇതിനകത്ത് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യം നോക്കിയാൽ സം ഓഫ് ഇന്നർ ആംഗിൾ. ഒരു റെഗുലർ പോളിഗൻ്റെ ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക, അതാണ് സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിളിൻ്റെ ഫോർമുല അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, n - 2 × 180. n എന്തുവാ? ആ പോളിഗണിനകത്ത് എത്ര വശമുണ്ട് അതാണ് n. അപ്പോൾ എന്നിന് പകരം നമ്മൾ പോളിഗണിൻ്റെ വശം എഴുതി അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ആ സമഭുജത്തിനകത്ത് ആ റെഗുലർ പോളിഗണിനകത്തുള്ള ആംഗിൾസിൻ്റെ സം നമുക്ക് കിട്ടും അത് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ xn = സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ അകക്കോണുകളുടെ ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുകയുടെ ബീജഗണിത രൂപം. xn = നമ്മൾ ഡയറക്റ്റ് എന്തോ എഴുതും? n - 2 × 180. ഇത് തന്നെയാണ് അതിൻ്റെ ബീജഗണിത രൂപം. ഓക്കെ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾ. നമ്മൾ ഏതൊരു റെഗുലർ പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾ എപ്പോഴും എത്ര കിട്ടും? നമുക്ക് 360 കിട്ടും. ഔട്ടർ ആംഗിൾ എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പോൾ ഇത് വെളിയിലത്തെ ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ ആംഗിൾ, ഇതെല്ലാം കൂട്ടുമ്പം ത്രികോണത്ത് 3 ഔട്ടർ ആംഗിളുണ്ട്. അപ്പോൾ 3 കൂടെ കൂട്ടുമ്പോൾ എപ്പോഴും 360 കിട്ടും. അപ്പോൾ ഏത് റെഗുലർ പോളിഗൺ എടുത്താലും അതിൻ്റെ എല്ലാ ഔട്ടർ ആംഗിളും നമ്മൾ കൂട്ടിയാണെങ്കിൽ അത് എന്തോ ചെയ്യും? 360 എപ്പോഴും കിട്ടത്തുള്ളൂ. ഏതൊരു സമബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിളിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ xn = എപ്പോഴും എന്തോ കിട്ടും? നമുക്ക് 360 കിട്ടത്തുള്ളൂ. ഇക്വലേറ്റർ ട്രയാങ്കിൾ എടുത്താലും സ്ക്വയർ എടുത്താലും റെഗുലർ പെൻറ്റഗൺ എടുത്താലും റെഗുലർ ഹെക്സഗൺ എന്തും എടുത്താലും ബഹുഭുജങ്ങൾ എടുത്താൽ റെഗുലർ പോളിഗൺ എടുത്താൽ അതിൻ്റെ ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ ബാഹ്യ ഔട്ടർ ആംഗിളിൻ്റെ സം എപ്പോഴും നമുക്ക് 360 എടുത്തുള്ളൂ. പക്ഷേ ഇവിടെ n ഇല്ലല്ലോ, നമുക്ക് n കൂടെ റെപ്രസെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ n ഇല്ലെങ്കിൽ n × 0 വെച്ച് കൊടുക്കുക. n × 0 എന്ന് വെച്ചാൽ എന്തോ 0 ആണല്ലോ. അപ്പോൾ ലാസ്റ്റ് xn = 360 × x × 0 ഇങ്ങനെ എഴുതാം. ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. ഇത്രയേ ഉള്ളൂ.
അടുത്ത നോക്കി ആൻ ഇന്നർ ആംഗിളിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു റെഗുലർ പോളിഗണിൻ്റെ ഒരു കോണിൻ്റെ അളവ് ഒരു കോണിൻ്റെ അളവ് ആൻ ഇന്നർ ആംഗിൾ ഒരു അകക്കോണിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? അകക്കോണിൻ്റെ തുക എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? ഇതായിരുന്നു കിട്ടിയത്. ഇതിനകത്ത് നമ്മൾ ഇനി എന്തോ ചെയ്യും? n ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 3 ആണെങ്കിലോ ട്രയാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അളവ് നമുക്ക് കിട്ടും. ഒരെണ്ണത്തിൻ്റെ അളവ് സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ. അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് 3 ട്രയാങ്കിളാണ് കൊടുത്തേക്കുന്നത്. ടെക്സ്റ്റിനകത്ത് റെഡ് കളറാണ് അടിച്ചേക്കുന്നത്. എൻ്റെ റെഡ് സ്കെച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂ കളറാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് റെഡാണ് ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത്, ക്വസ്റ്റ്യനകത്ത് കിടക്കുന്നത്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. നമ്മൾ പിക്ചർ നോക്കിയിട്ട് പറയണം. 2-3-4 ക്വസ്റ്റ്യനകത്ത് സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാനുള്ളത്. ആദ്യം എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ 3 പാർട്ട് എടുത്ത് 3 ചെറിയ ട്രയാങ്കിൾ എടുത്ത് പിന്നെ ഈ വലിയ ട്രയാങ്കിളിനെ പിന്നെ എന്തോ ചെയ്തു? 3 പാർട്ടായിട്ട് മാറ്റിയെടുത്തിട്ട് അങ്ങനെ പിന്നെ കളർ ചെയ്ത് പിന്നെ ഈ ഓരോ പാർട്ടിനെ പിന്നെ എന്തോ 3 പാർട്ടായിട്ട് മാറ്റി പിന്നെ അതിനെ കളർ ചെയ്ത് അങ്ങനെയാണ് അത് നമ്മോട് പോയിക്കുന്നത്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ആദ്യത്തെ ഓരോ പിക്ചറിനകത്ത് എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്, എത്ര ചുമന്ന ത്രികോണങ്ങളുണ്ട്, അതാണ് എണ്ണി എൻ്റെ സീക്വൻസ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യത്തിനകത്ത് എത്ര ഉണ്ട്? ആദ്യത്തെ പിക്ചറിനകത്ത് 1 2 3. അപ്പോൾ നമ്മൾ എത്ര എഴുതും? 3. രണ്ടാമത്തിനകത്ത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. കളർ ചെയ്തത് മാത്രമേ എണ്ണാവേ. അടുത്ത എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. 27 ഉണ്ട്. നമുക്ക് 27 ഇവിടെ എഴുതാം. അപ്പോൾ ആദ്യത്തെ പിക്ചറിനകത്ത് 3 റെഡ് ട്രയാങ്കിൾസ്, അടുത്ത 9 27 ഇങ്ങനെ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. അൺകട്ട് എന്ന് വെച്ചാൽ ഇതിനെ കട്ട് ചെയ്യാതെ പാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇത് ഫുള്ളൊരു ട്രയാങ്കിൾ ആയിരുന്നല്ലോ, അതിൻ്റെ ഏരിയ നമുക്ക് എന്തോ എടുക്കാം? 1 ആണെന്ന് വിചാരിച്ചു. ഈ ഫുൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണ്. ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിനകത്തും നമ്മൾ ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് 1 എടുത്തേക്കുന്നത്. ഇവിടെ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ 1-നകത്ത് ചെറിയ ട്രയാങ്കിൾ എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ എത്രയുണ്ട്? 1 2. റെഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഫുൾ ടോട്ടൽ എത്ര ചെറിയ ട്രയാങ്കിളുണ്ട് ആ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫുൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 1. 1-ൽ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കിട്ടത്തില്ലേ? 4 ചെറിയ ട്രയാങ്കിളുണ്ട്. 1 2 3 4. റെഡ് എന്ന് പറഞ്ഞിട്ടില്ല, ചെറിയ സ്മോൾ ട്രയാങ്കിൾസ് എന്നേ പറഞ്ഞോളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്തോ ചെയ്യും? ആദ്യത്തെ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും? ഫുൾ 1 ആണ്. 1-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അതാണെങ്കിൽ ഇവിടെ എത്രയുണ്ട്? രണ്ടാമത്തേനകത്ത് മൊത്തത്തിൽ എത്ര ചെറിയ ട്രയാങ്കിളുണ്ട്? 1 2 3. ഇവിടെ നമ്മൾ എഴുതിയായിരുന്നല്ലോ. ഈ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ 4-1 ഓരോ ചെറിയ ട്രയാങ്കിൾ. ഇനി ഇവിടെ വരുമ്പോഴോ ഈ ഓരോന്നിനെ പിന്നെ നമ്മൾ എത്ര ആക്കി മാറ്റി? 4 4 ആക്കി മാറ്റിയില്ലായിരുന്നു? 1 2 3 4. അതായത് 1 2 3 4 1 2 3 4 ഇങ്ങനെ ആക്കി മാറ്റിയായിരുന്നല്ലോ. അപ്പം ചെറിയ ട്രയാങ്കിൾ രണ്ടാമത്തിനകത്ത് എത്രയുണ്ട്? ഓക്കെ. ആദ്യത്തെ ഓരോ ട്രയാങ്കിളിൽ നമുക്ക് എത്ര? ഓരോ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 1/4 കിട്ടിയത്. മീൻസ് വലിയ ട്രയാങ്കിളിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഇത് 1/4 കിട്ടി. അടുത്ത ഈ ട്രയാങ്കിളെ പിന്നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തല്ലോ. 4 കുഞ്ഞു ട്രയാങ്കിളായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എങ്ങനെ എഴുതും? 1/4ൻ്റെ 4th പാർട്ട്. 1/4 × 4. അപ്പോൾ എത്രയാവും? 1/16 ആവും. അടുത്ത ഇതിൻ്റെ ഏരിയ 1/16 കിട്ടി. ഇനി 1/16 പിന്നെ നമ്മൾ 4 പിന്നെ ഡിവൈഡ് ചെയ്തു. അപ്പം 1/16ൻ്റെ പിന്നെ 1/4th പാർട്ട്. അപ്പോൾ എത്ര കിട്ടും? 1/64. അപ്പോൾ ഇതാണ് ഓരോ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ. 1/4 1/16 1/64 കിട്ടും. അടുത്ത നോക്കേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിനകത്ത് ഓരോ റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ എത്രയായിരുന്നു? 1/4 ആയിരുന്നു. ഇവിടെ എത്ര റെഡ് ഉണ്ട്? 1 2 3. 1/4-നെ 3 വെച്ച് ഇൻറ്റു ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1/4 × 3. അപ്പോൾ ആദ്യത്തെ എത്ര കിട്ടും? 3/4. 3/4 കിട്ടും. അടുത്ത നോക്കിയാൽ സെക്കൻഡിനകത്ത് ഒരു ട്രയാങ്കിളിൻ്റെ
ഏരിയ എത്രയായിരുന്നു 1/16 ആയിരുന്നു. ഇവിടെ എത്ര റെക്ടാങ്കിൾ ഉണ്ട്? 9 ഉണ്ട്. അപ്പം 1/16 ഇൻറ്റു 9 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9/16 കിട്ടും. അടുത്ത നോക്കേ, മൂന്നാമത്തെ ഒരു റെക്ടാങ്കിളിൻ്റെ ഒരു ചെറിയ ട്രയാങ്കിളുടെ ഏരിയ എത്രയായിരുന്നു? 1/64. 1/64 ഇൻറ്റു ഇവിടെ എത്ര റെക്ടാങ്കിൾ ഉണ്ട്? 27 ഉണ്ട്. അപ്പോൾ 27 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 27/64. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ 3 സീക്വൻസിൻ്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് എഴുതി കാണിക്കണം. എക്സ് തന്നെയാണ് എഴുതി കാണിക്കുള്ളൂ. അപ്പോൾ നോക്കിയാൽ 3, 9, 27 ഇതെങ്ങനെയാണ് ഈ ഓർഡർ ഇങ്ങനെ സീക്വൻസ് പോകുന്നത്? 3/1 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 3/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. 3/3 കിട്ടുമ്പോൾ 27 കിട്ടും. അങ്ങനെയാണ് സോണിങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് എന്തോ കിട്ടും നമുക്ക്? ആദ്യത്തേൻ്റെ എക്സൻ എത്ര കിട്ടും? എക്സൻ = 3/n. 1, 2, 3യുടെ സ്ഥലത്ത് നമ്മൾ എന്താ എഴുതും? n എഴുതും. ഓക്കെ, രണ്ടാമത്തേത് എത്ര കിട്ടും? 1/4, 1/16, 1/64 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളതിനെ എന്തോ എഴുതും? xn = 1/4 പവർ n. n എന്തുകൊണ്ടാണ്? 1 വയ്ക്കുമ്പോൾ 1/4 തന്നെ കിട്ടും. ഇത് 2 വയ്ക്കുമ്പോൾ 1/16 കിട്ടും. 3 വയ്ക്കുമ്പോൾ 1/64 കിട്ടും. അടുത്ത മൂന്നാമത്തെ സീക്വൻസ് എങ്ങനെ എഴുതും? xn = മേളിൽ എത്ര ഉണ്ടായിരുന്നു? 3, 9, 27 അല്ലേ കിട്ടുന്നത്. താഴെ 4, 16. അപ്പോൾ 3, 9, 27 നമ്മൾ എന്ത് എഴുതിയായിരുന്നു? 3/n. താഴെ ഇതെല്ലാം എന്തുവാ? 4/n പിന്നെ ഉണ്ടല്ലോ. അപ്പോൾ 4/n. അപ്പോൾ ഇത് 3/4 ടോട്ടൽ n. ഇത്രയാണ് ഇതിൻ്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ബീജഗണിത രൂപം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത എക്സസൈസ് നമുക്ക് നോക്കാം. താങ്ക് യു.